ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാണ്ട് അങ്ങനെ നമ്മളിന്ന് വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് വരാത്ത കാരണം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളമ്മ ഇവിടുന്ന് അവിടെ മേലെ വീട്ടിലേക്ക് അവരുടെ ചെറിയ മോൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പണി വിട്ടിട്ട് വന്നിട്ടാകുമ്പോൾ ലേറ്റാവും, അതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ താള് കറി ഇത് നീല കളറിൻ്റെ അല്ലേ? നീല കളറ്. വയലറ്റ്. അപ്പോൾ നമുക്ക് താളിൻ്റെ ഇന്നലെ തമ്പിയേട്ടൻ വരുമ്പോൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് ഇന്നൊരു കറി വെച്ചിട്ട് ഒരു പിടി അല്ലേ? അപ്പോൾ നമുക്ക് നന്നാക്കാം. നന്നാക്കാം. ഇതാണ് നല്ലത്. നല്ല ഇതിങ്ങനെ തോല് പൊളിച്ചാൽ ഇതിങ്ങനെ വരുമോ? ഇത് കർക്കിടക മാസത്തിൽ തിന്നണമെന്ന് പറയും. സാധാരണ എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മള് കറി വെക്കണെന്ന് ഇത്. അതെ. അപ്പൊ ഇത് ഇത്ര നീളമാണ് അല്ലേ? അപ്പോൾ നല്ല മഴയോ അല്ലേ പുറത്ത്? നല്ല മഴയോ. ചേമ്പ് ഇത് നല്ല ചൂടാക്കി അടിക്കും. അതെ അതെ. അപ്പോൾ ചേമ്പുളി ഒന്ന് വെക്കാം. ഇന്ന് കറക്റ്റ് 3 കറി. അപ്പോൾ ഇത് നല്ല കർക്കിടക മാസത്തിൽ കിട്ടീനല്ലേ? നമുക്ക് ഈ ഇതാ ഇങ്ങനെ കിട്ടണം. അമ്മ നന്നാക്കണം, അമ്മ ഇങ്ങനെ നന്നാക്കണം. അപ്പൊ ഈ മൂത്ത തണ്ടത് നമ്മൾ ഇടുന്നത് നമ്മുടെ അമ്മ അതിന്റെ കൂടെ ആക്കുന്നതിനെ കണ്ടിട്ട് ചപ്പ് മാത്രം നല്ല ഉണ്ട് അല്ലേ? ഒരു ഡിസൈനായിട്ട്. ഞാൻ അപ്പുറം ചെറുതാണ്, ഞങ്ങളുടെ അമ്മയുടെ കൂടെ അപ്പൊ നല്ല ഇങ്ങനത്തെ ചേമ്പല്ല പറ്റുള്ളൂ. ചേമ്പ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ തോട്ടത്തില് കാപ്പി തോട്ടത്തില് ഇത്തരത്തിലുള്ള നീളത്തിന്റെ പുളിച്ചപ്പെന്ന് പറയും. പുളിച്ചപ്പ് ഇങ്ങനെ 3 ഇല ഇങ്ങനെ വിട്ട് 3 ഇല ആയിട്ട് ഇത്തരത്തിനകരത്തില് ഇത്ര നീളോ ഒരു കുമ്പിള് പൊന്നിട്ട് മാതിരി ആ പച്ച ചപ്പ് പൊന്ത്. ആ ചപ്പിനെ ഇങ്ങനെ പറിച്ചിട്ട് ഒരു ഇത്ര പൊന്ത്. അപ്പൊ ഇത് ചേമ്പ് ചൊറിയല്ല, അതിന് പുളി കൂട്ടാൻ അത് വെറും പുളി. ആ ചപ്പ് പുളിച്ചപ്പ് ആ ചപ്പും കൂടി ഇടുന്നപ്പം ഇട്ടിട്ട് ചേമ്പ് കറിയാക്കണം. വെറും മുളകും കടുകും വറുത്ത് പൊട്ടിച്ചിട്ട് മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ ആ ചപ്പൊന്നും ആറ് കൂട്ടുന്നില്ല, ചപ്പേ പറിക്കാൻ പോകില്ല. ഇപ്പൊ എന്തെല്ലോ വീട്ടിലുള്ള പുളി. അതെ. എല്ലാം നന്നാക്കിട്ടല്ലേ വലട്ടാ? ചപ്പ് കുറച്ച് ജാസ്തി ഉണ്ട് അല്ലേ? നല്ലതാ. ചപ്പ് കുറച്ച് ജാസ്തി ഉണ്ടാവണം. ഉണ്ടാ. അപ്പോൾ 2 തക്കാളിയും 4-5 പച്ചമുളക്, 5 പച്ചമുളക്, ഒരു ഉള്ളി, വെളുത്തുള്ളി കുറച്ച് ജാസ്തി വേണം അല്ലേ? മതി. ഒരു ഇത് വേണം, ഫുള്ളൊന്നും വേണം. ഉള്ളി, ഇത് നമ്മളിപ്പോൾ ടോർച്ചറിന്റെ ലൈറ്റ് പിടിച്ചിരുന്നു. എന്നിട്ട് ഇതിലിപ്പോ നമ്മളിപ്പോ കടുകും വലട്ട കടുക്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഉണക്കമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ബാക്കിയെടുത്തിട്ട് ഈ ഉള്ളിനെ ഇരിക്കില്ല, മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം മൂക്കണം. മൂത്തിട്ടായ പിന്നെ നമുക്ക് ഈ തക്കാളി ഇടാം. തക്കാളി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ തക്കാളി ഉള്ളി എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല നല്ല
കാണണേ ഇല്ല, അതാ വല്ല ഉടഞ്ഞിന് തക്കാളി. അപ്പോൾ ഇതിന് കുറച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു ലേസോ ഒരു 1/2 സ്പൂണ്. പിന്നെ ഇതൊന്ന് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഈ താളിന് നമുക്ക് ഇപ്പം കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. മസാല എല്ലാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രക്കുള്ള പുളി, ഒരു ചെറുനാരങ്ങന്റെ അത്രക്കുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം നമുക്ക്, നല്ല കുതിർന്നിട്ട്. ഇത് എല്ലാം മിക്സ് ആക്കി കൊടുക്കാം. മസാല എല്ലാം നല്ല പാടുമ്പോ ഓരോരുത്തരാവും ഈ കുമ്പളന്റെ കഥ കൊറേ കെട്ടിട്ട് ആട്ടനക്ക് അതിലോ ഇതായി നല്ല മിക്സ് ആയി. വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മള് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതാ ഉപ്പിട്ട് കൊടുക്കാം, ഒരു ഇത്ര കല്ലുപ്പ് ഇടാം. അപ്പോൾ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി എന്തിനു പറഞ്ഞാൽ നമ്മുടെ കൈ ചൊറിയുന്നുണ്ട്, അപ്പോൾ വായുവും ചൊറിയും എന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് പച്ചരിയും ഇടുക അതിൽ. പിന്നെ ഇന്നെന്താ വീഡിയോയിൽ അമ്മ എന്താണ് എല്ലാവരും വിചാരിക്കോ, അമ്മക്ക് ലേശം തലച്ചുട്ടല് 2-3 ദിവസമായി തലച്ചുട്ടല് ഇല്ല, ചൂടുവെള്ളത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നു, കൊണ്ട് കിടന്നു. ഇല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഓരോ അമ്മ ഓടി എത്തുണ്ടായി. എന്നിട്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് ജീരകം, ചെറിയ ജീരകം ഒരു 1/2 സ്പൂൺ ഇട്ടു ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ നല്ല വേവാനുണ്ട്, കുറച്ച് നമുക്ക് അടച്ചു വെക്കാം. തിളയ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ പുളി ഇതാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇതിനൊഴിച്ച് കൊടുക്കാം. അപ്പം നല്ല കറി റോസ്റ്റായി. ഇതിൻ്റെ ഇപ്പുറത്ത് ഇതാ ബാലട്ടൻ എന്തോ ആക്കിയുണ്ട്. അതെ അതെ നല്ല ടേസ്റ്റ്. അടിപൊളി സൂപ്പറാ. അപ്പൊ നമ്മുടെ ഈ താള് കറി ഒന്ന് ടേസ്റ്റ് നോക്കി. സൂപ്പർ ആയിനല്ലേ. ടേസ്റ്റ് നോക്കാം. സൂപ്പർ, അടിപൊളി അല്ലേ. ഇത് ഇങ്ങനെ കിട്ടണം. അതെ, ഇത് ചൂട് പോവാ. ഈ തണ്ടനെങ്ങനെ ഇങ്ങനെ നല്ല വായിക്കിടുമ്പോ ഇങ്ങനെ കുക്കുന്ന നല്ല തിന്നു കുസിയാവും. നല്ലുണ്ട്. ബായി പൊള്ളു നോക്കിട്ട്. അല്ല ഈ നല്ല തണുപ്പല്ല ഇവിടെ, ഇതാ കോട്ടെല്ലാം ഇട്ടിട്ട് ഈ തണുപ്പ് കറിയില്ല, എത്ര ചൂട് തിന്നു വായി പൊള്ളുമ്പോലെ അറിയുന്ന അങ്ങനത്തെ താള് കറി സൂപ്പർ അല്ലേ. ഇങ്ങനെ ആക്കണം. പിന്നെ ഇറച്ചിക്കറി ഒന്നും വരില്ല. അതെ അല്ലേ, എന്നാലും ഇറച്ചി വേണം. അപ്പോൾ ഇത് തിളച്ച് വെന്ത് എല്ലാം റെഡിയായി. നമുക്ക് ഇത് റൊട്ടിയോ ദോശയോ എന്ത് വേണമെങ്കിൽ സൂപ്പർ. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തിനു വേണമെങ്കിൽ നമുക്ക് തിന്നാം, ചോർക്കും കൂട്ടാം. ഇതാ നല്ല ഉച്ചയ്ക്ക് കിട്ടണം ഇങ്ങനത്തെ കറിയല്ല. നേരത്തെ നീ കറിയാക്കുമ്പോ ഞാൻ നിന്നെ പറഞ്ഞതല്ലേ എന്താ അങ്ങനെ കറിയാക്കണേ. കറി എത്ര രുചിയുണ്ട് അല്ലേ. ഞാനെങ്ങനെ വെള്ളം ഇട്ടിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കറി അങ്ങനെ നീന് ഇറച്ചിക്ക് മസാല എല്ലാം ഇട്ടിട്ട് ചേമ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇറച്ചി പറ്റുമല്ലോ, അതുമാതിരി ഇങ്ങനെ കറി വെച്ചാൽ. അതെ. അപ്പൊ ഇതിന് കുറച്ച് ചിക്കൻ മസാല ഇടണം.
നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെയാ കിട്ടുന്നാ ചിക്കൻ മസാല ഇട്ടിട്ടില്ല, ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ്ട് എത്ര ടേസ്റ്റ് ഉണ്ട്, ഇനി ഇട്ടാൽ അപ്പൊ വേണ്ടല്ലേ, നമുക്ക് ഇനി ഒരിക്കാക്കാം. അങ്ങനെ ബാലേട്ടൻ്റെ കറിയാണെങ്കിൽ ഇപ്പോൾ വെന്തിട്ട് തിന്നിട്ടുമായി എല്ലാം ഒപ്പറിട്ടിട്ട് വേവിച്ചിട്ട് എന്തെല്ലാം വാക്കുണ്ടായി ബാലേട്ടന്. ഇതിന്റെ വേറെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ കർക്കിടക മാസമെല്ലാം തുടങ്ങി. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ചേമ്പ്, അതെ താള് പറയും, അതെല്ലാം ഒന്ന് നമ്മൾ അപ്പോൾ പണ്ടേ അത് തിന്നുകൊണ്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും ആക്കുന്നൊക്കെ അതൊന്ന് ആക്കി അതൊന്ന് ടേസ്റ്റ് നോക്കാൻ അതൊരു ഭയങ്കര ഉണ്ടാവുമല്ലേ നമുക്ക്. പഴയത് ഈ എല്ലാ ഉള്ള ഏരിയത്തിലെല്ലാം ഇതെല്ലാം ചെയ്യുന്നത്, ടൗണിലെല്ലാം ഇങ്ങനത്തെ കിട്ടൂല. ചേമ്പ്, താള്, പിന്നെ മരച്ചേമ്പ്, അത് ഇത് പറഞ്ഞിട്ട് എല്ലാം പൈസ കൊടുത്ത് മേടിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആക്കിയിട്ട് അത് നല്ല സൂപ്പറായിട്ടുണ്ട്, ടേസ്റ്റിൽ നല്ല രസമുണ്ട്. അതുപോലെ നിങ്ങളും ഒരിക്കൽ ആക്കി നോക്കിയിട്ട് നമുക്ക് കമൻറ്റിൽ അറിയിക്കണം. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.